ഹായ് ഗായ്സ്, മേജോ എഫ് കെ. ഇന്ന് കരിമീൻ മപ്പാസ്. അപ്പോൾ കരിമീൻ വെട്ടി ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു മസാല, ഒരു ഷാലോൺ ഫ്രൈ. അപ്പോൾ നമുക്ക് ഒരു ഇത്തിരി ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വിനാഗിരി, ഒരു വെള്ളവും കൂടെ ഒഴിച്ച് ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് കരിമീൻ ഇട്ട് നല്ലോണം പുരട്ടിയെടുക്കണം. ഒരു ജസ്റ്റ് ഫ്രൈ മസാലയൊക്കെ പുരട്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അടപ്പ് കത്തിച്ചു, ഫ്രൈ പാൻ വെച്ചു. ഫ്രൈ പാനിലേക്ക് നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത്തിരി ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് നമുക്ക് കരിമീൻ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വൺ സൈഡ് നല്ലോണം മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും, നല്ലോണം എന്ന് വെച്ചാൽ അതി ഡീപ്പായിട്ട് മൊരിയണ്ട, അത്യാവശ്യം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം, ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മസാലയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഉടഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് വേണ്ടിയാണ് ചെറിയൊരു വറ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ രണ്ട് സൈഡും വറുത്തെടുക്കാം. അപ്പോൾ കരിമീൻ ഇതുപോലെ നല്ലോണം വറുത്തെടുക്കണം. അപ്പോൾ കരിമീൻ വറുത്ത് കഴിഞ്ഞു. സ്റ്റൈലിന് വേണ്ടി നമുക്കൊരു ഇത്തിരി തീയൊക്കെ കത്തിക്കാം സൈഡിൽ. അടിപൊളിയല്ലേ? അപ്പോൾ കരിമീൻ വറുത്ത് കഴിഞ്ഞ്, അപ്പോൾ നമുക്ക് അടപ്പ് കത്തിച്ച് പാത്രം വെച്ച് പാത്രത്തിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി കടുക് അങ്ങോട്ട് പൊട്ടട്ടെ. കടുക് അങ്ങോട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ പുറകെ നമുക്ക് ഒരു 2 സവാള, മീഡിയം സവാള, 2 പച്ചമുളക്, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് നമുക്കൊരു സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിത് തമ്മിൽ യോജിപ്പിക്കണം, ഇളക്കി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്പൂൺ ഉപ്പിടണം, സവാള പെട്ടെന്ന് വാടാനായിട്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി. ഇത് ഇട്ട് നല്ലോണം മൂപ്പിക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മൂപ്പിക്കാനായിട്ട്. ചട്ടി ചൂടായിട്ടിരിക്കുന്നതാണ്, കൈ പൊള്ളിക്കാണ്ട് ശ്രദ്ധിക്കണം. തുണിയെടുത്ത് പിടിക്കുക. അപ്പോൾ മസാല മൂത്ത് കഴിഞ്ഞപ്പോഴേക്കും 2-ാം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ചിരണ്ടിയ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1-ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒഴിക്കാനായിട്ട്. 2-ാം പാൽ ഒഴിച്ച് നമുക്ക് തിളച്ച് കഴിയുമ്പോഴേക്കും ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ച് അത് നല്ലോണം മസാലയൊക്കെ മൂത്ത് വരുമ്പോഴേക്കും വറുത്ത് വെച്ച കരിമീൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വറുത്ത് വെച്ച കരിമീൻ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. മസാലയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചട്ടി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിക്കുക. സ്പൂൺ കൊണ്ട് നമുക്കിനി മറിക്കാൻ പറ്റില്ല, സംഭവം പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. നമുക്ക് ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നിരത്തി കൊടുക്കാം. തക്കാളി നിരത്തി കൊടുത്ത് ഒന്ന് മൂടി വെക്കണം. മൂടി വെച്ച് തക്കാളി ഒന്ന് വെന്തതിന് ശേഷം തുറന്ന് നോക്കണം. തുറന്ന് നോക്കുമ്പോഴേക്കും സംഭവം നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1-ാം പാല് ഒഴിച്ചു കൊടുക്കാം. 1-ാം പാല് ഇതേപോലെ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചട്ടി എടുത്തിട്ടൊന്ന് ചുറ്റിക്കണം. നമുക്ക് സ്പൂണിട്ട് ഇളക്കാൻ പറ്റില്ല. ചട്ടി ഇതേപോലെ എടുത്ത് നല്ലോണം ചുറ്റിച്ച് അവിടെ വെക്കണം. എന്നിട്ട് മീൻ ഇതേപോലെ എടുത്ത് നോക്കണം. അപ്പോൾ കരിമീൻ മപ്പാസ് റെഡി. അടുത്ത വീഡിയോയുമായി മേജോ എഫ് കെ.